إلهي وقفت دموعي تسيل وقلبي ببابك باك ذليل إلهي وقفت. الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത്, സൂര്യൻ ചളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ടല്ലോ. ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലുപ്പമുള്ള സൂര്യൻ കേവലം ഒരു ജലാശയത്തിൽ ആഴ്ന്നു പോവുക എന്നത്, അതല്ലെങ്കിൽ മറഞ്ഞു പോകുന്നു എന്ന പരാമർശം വ്യക്തമായും ഒരു അശാസ്ത്രീയ പരാമർശമല്ലേ? ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ അശാസ്ത്രീയമായ പരാമർശങ്ങളില്ലേ എന്നതാണ് ചോദ്യത്തിൻ്റെ മർമ്മം. ആദ്യമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പലപ്പോഴും വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെ ചോദ്യം ചെയ്യുന്ന ഇസ്ലാം വിമർശകർ ഉന്നയിക്കുവാറുള്ള വില കുറഞ്ഞ ഒരു ചോദ്യം, അതല്ലെങ്കിൽ ഒരു വിമർശനമാണിത്. സത്യത്തിൽ ഈ ഒരു വിമർശനം ഉണ്ടാകുന്നത്, ഒന്നുകിൽ ഇത് വിമർശിക്കുന്നവർക്ക് തന്നെ അറിയാം ഇത് സത്യത്തിൽ ഒരു വിമർശനമായി ഉന്നയിക്കാൻ പറ്റുന്നതല്ല എന്നറിയാം, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു വിമർശനവുമാകാം. ഏതാണെങ്കിലും എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിമർശനം ഏതായത്തിനെ സംബന്ധിച്ചാണ് ഇവരുന്നയിക്കാറുള്ളത്? വിശുദ്ധ ഖുർആനിലെ അൽ കഹ്ഫിലെ 18-ാം അധ്യായത്തിലെ 86-ാമത്തെ വചനം, ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ് വജദഹാ തഗ്റുബു ഫി ഐനിൻ ഹമിഅത്തിൻ. അതായത് ദുൽഖർനൈൻ എന്ന് പറയുന്ന നല്ല ഒരു രാജാവിൻ്റെ, അദ്ദേഹത്തിൻ്റെ ജൈത്ര യാത്രകളും അദ്ദേഹത്തിൻ്റെ യാത്ര സമയത്ത് അദ്ദേഹം കണ്ട ചില വസ്തുതകളെ പരാമർശിക്കവേ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യമാണിത്. ഹത്താ ഇദാ ബലഗ മഗ്രിബ ശംസ്, അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമന സ്ഥാനത്തെത്തിയപ്പോൾ വജദഹാ തഗ്റുബു ഫി ഐനിൻ ഹമിഅത്തിൻ, അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു. ഇതാണ് വിമർശന വിധേയമായ വിശുദ്ധ ഖുർആനിലെ വചനം. എന്താണ് ഇവിടെ സംഭവം? ദുൽഖർനൈനിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം കണ്ട, യാത്രയിൽ കണ്ട അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ്. അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു എന്നാണ്. വജദഹ തഗ്റുബു ഫി ഐനിൻ ഹമിഅത്തിൻ എന്നാണ്. വജദഹ, അദ്ദേഹം കണ്ടു എന്നതാണ്. അപ്പോൾ ദുൽഖർനൈനിൻ്റെ കാഴ്ചയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. കാഴ്ച എപ്പോഴും റിയാലിറ്റി ആയിക്കൊള്ളണമെന്നില്ല, കാഴ്ച എപ്പോഴും ഒരു യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. മറിച്ച് അദ്ദേഹം കണ്ട ഒരു സംഭവത്തെ വിശുദ്ധ ഖുർആൻ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ, അതിൻ്റെ വ്യാഖ്യാനം വളരെ കൃത്യമായി വ്യാഖ്യാനം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി എന്താണ് വസ്തുത എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ തഫ്സീർ ജലാലൈനിയിൽ നമുക്ക് കാണാം, വ ഖുറൂബുഹാ ഫിൽ ഐൻ, തടാകത്തിൽ അത് അസ്തമിച്ചു എന്ന് പറഞ്ഞത് ഫി റഈൽ ഐൻ, അദ്ദേഹം കണ്ട ഒരു കാഴ്ചയാണ്. തടാകത്തിലെ അസ്തമയം എന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലുള്ള ഒരു കാര്യമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞു, റഅ ശംസ ഫി മൻളരിഹി തഗ്റുബു ഫിൽ ബഹ്രിൽ മുഹീത്ത് വഹാദാ ശഅ്നു കുല്ലി മൻ ഇൻതഹ ഇലാ സാഹിലിഹി യറാ കഅന്നഹാ തഗ്റുബു ഫീഹി വഹിയ ലാ തുഫാരിഖുൽ ഫലക് അല്ലദീ ഹിയ മുസബ്ബതത്തുൻ ഫീഹി ലാ തുഫാരിഖുഹു. ഇബ്നു കസീർ പറയുന്നുണ്ട്, അദ്ദേഹം സൂര്യൻ അസ്തമിക്കുന്നത്, സമുദ്രത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ അദ്ദേഹം കണ്ടു എന്നാണ്. ഇതെന്താണ്? വഹാദാ ശഅ്നു കുല്ലി മൻ ഇൻതഹ ഇലാ സാഹിലിഹി യറാഹ കഅന്നഹാ തഗ്റുബു ഫീഹി, സമുദ്രത്തിൻ്റെ തീരത്തേക്ക് ചെന്ന് സൂര്യാസ്തമയം കാണുന്ന ഏതൊരാൾക്കും ഈ ഒരു കാഴ്ച സാധാരണ അനുഭവപ്പെടാറുണ്ട്.
എന്നാൽ വഹിയ ലാ തുഫാരിഖുൽ ഫലക്, എന്നാൽ സൂര്യനാണെങ്കിലോ യഥാർത്ഥത്തിൽ അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സഞ്ചാരപാതയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കുന്നുമില്ല. സൂര്യൻ അതിന് നിശ്ചയിക്കപ്പെട്ട അതിൻ്റെ സഞ്ചാരപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതും അവിടെയാണത് നിലകൊള്ളുന്നതും. എന്നാൽ സമുദ്രത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് അസ്തമയം ദർശിക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ തോന്നുന്ന കാര്യം ആ സൂര്യൻ സമുദ്രത്തിൽ താഴ്ന്നു പോകുന്നു എന്നതാണ്. ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്നൊരു കാര്യം. ഇപ്പോൾ ഒരാൾ പറയാണ് നമ്മളോട്, ഞാൻ ഇന്നലെ സൂര്യാസ്തമയ സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് പോയപ്പോൾ സമുദ്രത്തിൽ സൂര്യൻ മറഞ്ഞു പോകുന്നതായി കണ്ടുവെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞാൽ, ആ വാചകത്തിൽ, ആ പരാമർശത്തിൽ എന്തെങ്കിലും അശാസ്ത്രീയ പരാമർശമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? സാധ്യമല്ല. അപ്പം അതാണ് ദുൽഖർനൈൻ കണ്ട ഒരു കാഴ്ചയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് അശാസ്ത്രീയമാണെന്നും അത് സൂര്യൻ്റെ സഞ്ചാരപഥത്തിന് സൂര്യനെ സംബന്ധിച്ചുള്ള പരാമർശത്തിന് വിരുദ്ധമാണെന്നും പറയുന്നത് യഥാർത്ഥത്തിൽ ആ സംഭവം മനസ്സിലാകാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെ നിഷേധിക്കുവാൻ പഴുതന്വേഷിച്ച് നടക്കുന്ന ആളുകൾ കണ്ടെത്തുന്ന വിലപോകാത്ത പഴുതുകളോ ആണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. എന്നാൽ ശാസ്ത്രീയ സംഗതികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നൽകുന്ന വ്യക്തമായ പരാമർശങ്ങൾ ഒരിക്കലും ശാസ്ത്രത്തിന് തെറ്റാണെന്ന് പറയാൻ, അതല്ലെങ്കിൽ ഒരാൾക്കും അതിനെ ശാസ്ത്രീയമായി അബദ്ധമാണെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്ര ഗ്രന്ഥമല്ലാതിരുന്നിട്ടും ഒട്ടനവധി ശാസ്ത്രീയമായ പരാമർശങ്ങൾ വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുണ്ട്. സൂര്യൻ്റെ സഞ്ചാരത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ ചന്ദ്രൻ്റെ സഞ്ചാരപഥങ്ങളെ സംബന്ധിച്ചും അതേപോലെ ജീവികളെ സംബന്ധിച്ചും ഒരുപാട് ഈ പ്രാപഞ്ചികമായ രഹസ്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഒട്ടനവധി സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അശാസ്ത്രീയമാണെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമായിട്ടില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ വസ്തുത. ദുൽഖർനൈൻ എന്ന് പറയുന്ന ആ രാജാവ്, നല്ല ഒരു രാജാവ്, അദ്ദേഹം കണ്ട ഒരു കാഴ്ചയെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം മാത്രമാണ്. അതല്ലാതെ സൂര്യൻ അങ്ങനെയാണ് അസ്തമിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമല്ല ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വല്ലാഹു അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.